Snacks ready, cameraman is ready, our selfie stick is ready. Let's go for a new destination. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ബിഗ് പൈനാപ്പിളിലേക്ക്. നിയർലി ഒരു 15 മിനിറ്റോടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. നമ്മള് അങ്ങനെ നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ ആ നാമ്പൂർ റോഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ യാത്ര പോകുന്നത്. നല്ല രസമാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഈ സൈഡിലേക്ക് വ്യൂസ് അടിപൊളിയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് അവിടെ എത്താം. ഈ ബിഗ് പൈനാപ്പിൾ എത്തിയാൽ തന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അവിടെ പാർക്കിംഗ് സ്പേസ് ആണെങ്കിലും നമുക്ക് പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് എനിക്ക് ശാന്തിക്ക് ഓഫായിരുന്നു. അത് കാരണം ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസി വ്ളോഗ്സ്. നമ്മൾ ഈ റോട്ടിലൂടെ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പൈനാപ്പിളിന്റെ ഇലാബറേറ്റഡ് സ്ട്രക്ചർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് നല്ല രസമാണ്, നല്ല കളർഫുൾ. നമുക്ക് ഇതിന്റെ മുകളിൽ കയറാനൊക്കെ ആയിട്ട് അവർ ഡിഫറെന്റ് കോംബോ ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ബിഗ് പൈനാപ്പിളില് പൈൻ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ ഒരു ബഗി സർവീസ് അവർ ഇതിലും വഴി നമ്മളെ ചുറ്റി കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മന്ദം പോകുന്ന ഈ ട്രെയിൻ സർവീസ് ഉണ്ടല്ലോ, നമ്മൾ ഈ പൈനാപ്പിളിലെ ഇതിനകത്തൂടെ ഈ ഫാമിനകത്തൂടെ മൊത്തം നമ്മളെ ഒന്ന് മന്ദം കറക്കി കാണിക്കും. അതും ഒരു സൂവിനകത്തൂടെയാണ് കേട്ടോ ഇത് പോകുന്നത്. പിന്നെ ട്രീ ടോപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞ ഈ അഡ്വഞ്ചർ ഒരുപാട് പേര് ഇതിനു വേണ്ടി തന്നെയാട്ടോ ഇവിടെ വരുന്നത്. ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്വഞ്ചറാണ് ഇത്. ഞങ്ങളാണെങ്കിൽ നമ്മള് ട്രീ ടോപ്പ് ചലഞ്ചസിന്റെ ആ ഒരു ടിക്കറ്റ് എടുത്തില്ല. കാരണം നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്കത് പറ്റത്തില്ലല്ലോ. ഞങ്ങള് ട്രെയിനിന്റെതും അതോടൊപ്പം തന്നെ സൂര്യന്റെയും കൂടെ ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ അതാണ് എടുത്തത്. അപ്പം ഞങ്ങൾ എത്തിയപാടെ തന്നെ ഫസ്റ്റ് ട്രെയിനിന്റെ ഒരു ട്രിപ്പ് അങ്ങ് പോയി. അപ്പൊ പിന്നെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടല്ലോ, വീണ്ടും 20 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പില് നമ്മൾ നേരെ നമ്മുടെ ബിഗ് പൈനാപ്പിളിന്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തി. കാരണം അവിടെ ഒത്തിരി പേര് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയാൽ നമുക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രൈഡനും ലൂക്കായും എല്ലാം കൂടെ അവരുടേതായിട്ടുള്ള ലോകത്ത് കളിയായി രസമായി അടിപൊളിയായിട്ട് പോയി. അവിടെ ഞങ്ങൾ ഒത്തിരി മലയാളീസിനെ കണ്ടു. ഒത്തിരി ദൂരത്തുനിന്ന് എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ എത്തി. അങ്ങനെ ട്രെയിൻ വരുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നേ. അത് കണ്ടപ്പോ തന്നെ ലൂക്കയ്ക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അത് കയറിയിരുന്നു. ഡിജോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുത്തു. അതിനൊരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ പൈനാപ്പിൾ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഓരോരോ സ്ഥലവും നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞങ്ങൾ ശരിക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു സൈഡ് വ്യൂസും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട്. പുള്ളി ഓരോ സ്ഥലം എത്തുമ്പോഴും അത് എന്തായിരുന്നു എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പഴയ ട്രെയിൻ കാണാൻ പറ്റുന്നുണ്ട്. അത് പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നോണ്ടിരുന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് റിയലി മിസ് ചെയ്ത ഒന്നാട്ടോ ഈ ട്രീ ടോപ്പ് ചലഞ്ച്. നല്ലൊരു അഡ്വഞ്ചർ. നമ്മൾ നമുക്ക് സേഫ്റ്റിയാ. കാരണം നമ്മളെ ഹോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് മുകളില്. നമ്മളിപ്പോൾ താഴോട്ട് വീഴത്തില്ല. എന്തെങ്കിൽ കൂടെ നമ്മൾ ഈ ലൈനിലൂടെ നടന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാ. നമ്മൾ ട്രെയിനിൽ മന്ദം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് സൈഡിലും ചെറിയ ഒരു കാടും ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആവട്ടോ. അതിന്റെ സൈഡിൽ കാണുന്ന എല്ലാം അവക്കാഡോയുടെ ട്രീസാ. ഇപ്പൊ എല്ലാം നല്ല പ്രൂണിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കായെല്ലാം റെഡിയായി നിൽക്കുന്ന സമയം, ചെറിയ മുട്ടൊക്കെ റെഡിയായി നിൽക്കുന്ന സമയം. ഈ കാണുന്ന ട്രീ എന്താന്ന് വെച്ചാൽ സോസേജ് പ്ലാന്റ് ആകട്ടോ. അതിലുണ്ടായിരിക്കുന്ന ഫ്രൂട്ടും നല്ല അത്യാവശ്യം മുഴുത്ത ഒരു ഫ്രൂട്ടാണ്, സോസേജ് ട്രീ എന്ന് അവര് പറഞ്ഞത്. പിന്നെ നമ്മൾ വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. അവിടെ നമ്മളെ അവര് ഇറക്കും. കൊലാല സ്റ്റേഷൻ ഇതിന്റെ പേര്. നമ്മൾ അപ്പോഴത്തേക്ക് ഒരു സൂവിന്റെ കവാടത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചേട്ടൻ നമ്മളെ ഇറക്കിയിട്ട് ട്രെയിനുമായിട്ട് പോയി നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ നമുക്ക് സൂ എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് ആ ട്രെയിനിലേക്ക് കയറാവുന്നതാണ്. അങ്ങനെ നമ്മൾ സൂവിലെത്തി. സൂ എന്ന് പറഞ്ഞാൽ വലിയ സൂ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്ത് ഒരു നല്ല ഒരു വോക്കൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോകാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണ് ആ സൂവിന്റെ ആ ഒരു സെറ്റപ്പ്. അങ്ങനെ ലൂക്കയാണേലും അതോടൊപ്പം തന്നെ ബ്രൈഡനും ഒക്കെ അടിച്ചു പൊളിച്ചു. ഏതോ ഒരു പുള്ളി നല്ല സൂപ്പർ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങുന്നുണ്ട്. ഒരാളാണ് വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്തോ നല്ല രസമായിരുന്നു കണ്ടപ്പം. അങ്ങനെ ഡിജോ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. ഞാൻ ഡിജോ അറിയാതെ പുറകോടെ എടുത്ത വീഡിയോസ് ആണിത്. അത് കഴിഞ്ഞ് ഷാജി ചേട്ടൻ, ഏഞ്ചല, നമ്മുടെ ബ്രൈഡ് ആൻഡ് ജിൻസി ചേച്ചി, അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്.
ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗാർഡനിൽ കൂടെ ഒക്കെ ഉള്ള, അതായത് ഈ സൂവിന്റെയും ഗാർഡന്റെ ഇടയ്ക്ക് കൂടെ ഉള്ള നടപ്പായിരുന്നു. അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിൽ അടിച്ചു പൊളിച്ച് അവർക്ക് ഇഷ്ടത്തിന് ഫ്രീ ബേർഡ്സിനെ പോലെ നടക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ നടപ്പൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ താരമായ ലൂക്കായിക്ക് ആകെപ്പാട് ഒരു വിശപ്പും ഒരു തളർച്ചയും, പുള്ളി ആകെ ടയർഡായി, കാരണം അത്രമാത്രം ഓട്ടമായിരുന്നു. അങ്ങനെ അവന്റെ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ഒരു സ്ഥലത്തിരുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ തിരിച്ച് സൂവിന്റെ ആ കവാടത്തിൽ തന്നെ എത്തും കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കായിട്ടുള്ള നമ്മുടെ ട്രെയിൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ട്രെയിനിലൂടെ പിന്നെയും ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബിഗ് പൈനാപ്പിളിന്റെ സ്റ്റാച്ചു നമുക്ക് ദൂരെ നിന്ന് നല്ല രീതിയിൽ കാണാം. അതിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ ട്രെയിൻ ഇറങ്ങിയ ശേഷം അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും ശാന്തിയും കൂടെ നിന്ന് ഞങ്ങളുടെയും ഫോട്ടോ അവിടെ നിന്ന് പകർത്തി. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഞാനും ലൂക്കായും ശാന്തിയും ഷാഹിച്ചേട്ടനും എല്ലാവരുമായിട്ട് പിന്നെ അങ്ങ് പുറത്തേക്ക് അങ്ങ് പോവുകയായിട്ട് ചെയ്ത. ലൂക്കായ്ക്ക് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങ് പോന്നു. ലാസ്റ്റ് പോരാതെ പറ്റത്തില്ലല്ലോ, അങ്ങനെ പോന്നു. പക്ഷേ ഈ കുട്ടികളൊക്കെ ആയിട്ട് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ബിഗ് പൈനാപ്പിള്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.